السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. വിശ്രുതമായ ഖസീദത്തുൽ ബുർദയിലെ 53-ാമത്തെ വരിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വരികളുടെ ഒരു തുടർച്ചയായാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വരിയെയും കുറിക്കുന്നത്. ബുർദയുടെ വരികളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ ഭംഗിയായ രീതിയിലാണ് ഖസീദത്തുൽ ബുർദയുടെ വരികളുടെ കോർവ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഫഇന്നഹു ശംസു ഫളലിൻ ഹും കവാകിബുഹാ يظهرنا أنوارها للناس في الظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإنه شمس فضل. അപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠതയുടെ സൂര്യനാണ്. ഹും കവാകിബുഹ, മറ്റു മുഴുവൻ അമ്പിയാക്കളും ആ സൂര്യന് ചുറ്റിലുമുള്ള ഗാലക്സികൾ, നക്ഷത്രങ്ങൾ ആണ്. യുദ്ഹിർന അൻവാറഹ, ആ ഗാലക്സികൾ, ആ നക്ഷത്രങ്ങൾ അവയുടെ പ്രകാശത്തിനെ പ്രകടമാക്കുന്നു. ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി, ഫിൽദുലമി, അന്ധകാരത്തിൽ, ഇരുളുകളിൽ. ഇതാണ് ആ വാക്കിന്റെ, ആ വരിയുടെ ആശയം. വകുല്ലു ആയിന്നത്തർ റസൂലുൽ കിറാമു ബിഹാ ഫഇന്നമത്തസലത്ത് മിൻ നൂരിഹി ബിഹിമി എന്ന് പറയുന്ന ആ വരിയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തി, സർവ്വ അമ്പിയാക്കൾ കൊണ്ടുവന്ന മുഅ്ജിസത്തുകൾ അത്രയും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്ന് ചേർന്ന് വന്നതാണ്, അവിടത്തേക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതേ ആശയത്തിനെ അന്വർത്ഥമാക്കുന്ന വരിയാണ് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുന്നത്. സർവ്വ അമ്പിയാക്കളും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അത്യുന്നതമായ ശ്രേഷ്ഠതയുടെ സൂര്യന് ചുറ്റും വലയം ചെയ്യുന്ന ആ സൂര്യനിൽ നിന്ന് പ്രകാശത്തിനെ പകർന്നെടുത്ത് സൂര്യന്റെ അഭാവത്തിൽ അഥവാ ഇരുട്ടിൽ ജനങ്ങൾക്ക് വെളിച്ചം കാണിക്കുന്ന, പ്രകാശം പരത്തുന്ന നക്ഷത്രങ്ങളും അതുപോലെ ഗാലക്സികളും ഒക്കെയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. അപ്പോൾ എല്ലാ നക്ഷത്രങ്ങൾക്കും പ്രകാശമുണ്ട്. ഇരുട്ടിൽ, അന്ധകാരത്തിൽ ആ നക്ഷത്രങ്ങളൊക്കെ പ്രകാശം ചൊരിയുന്നുണ്ട്. പക്ഷെ അതെല്ലാം മിൻ നൂരിഹി, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദിവ്യ പ്രഭയിൽ നിന്ന് പകർന്നെടുത്തതാണ്, സ്വീകരിച്ചെടുത്തതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ, നമുക്കറിയാം സൗരയൂഥം, അതിന്റെ നായകനാരാണ്? സൂര്യൻ തന്നെയാണ്. ആ സൂര്യന് ചുറ്റിലുമാണ് ചന്ദ്രനും ഭൂമിയും ശുക്രനും മറ്റു ഗ്രഹങ്ങളും ഇതര ഗാലക്സികളും എല്ലാം വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും സ്വന്തമായുള്ള പ്രകാശമില്ല, മറിച്ച് സൂര്യനിൽ നിന്ന് സ്വീകരിക്കുന്ന, പകർന്നെടുക്കുന്ന വെളിച്ചം മാത്രമേ ഉള്ളൂ. അതാണ് നിലാവായി, ചന്ദ്രന്റെ നിലാവായി, നക്ഷത്രങ്ങളുടെ നിലാവായി നമ്മൾ കാണുന്നത്. പക്ഷേ സൂര്യൻ ഉദിച്ചാൽ, കൃത്യമായ രീതിയിൽ സൂര്യോദയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രന് സ്ഥാനമില്ല, നക്ഷത്രങ്ങൾക്ക് സ്ഥാനമില്ല, അതെല്ലാം അപ്രത്യക്ഷമായി പോകുന്നു. ഇതുപോലെ 1,24,000-ഓളം വരുന്ന അമ്പിയാക്കൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിന്റെ മുമ്പ്, ഈ ലോകത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പ്, ആദം നബി അലൈഹിസ്സലാം മുതൽ തങ്ങൾ വരെ ഉള്ള കാലഘട്ടം ഓരോ സമയങ്ങളിലും ഓരോ നക്ഷത്രങ്ങളായി പ്രവർത്തിച്ചു. ആ നാട്ടിലേക്ക് നോക്കുമ്പോൾ, ആ ജനതയിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ ഓരോരുത്തരും അത്യുന്നതമായ പ്രകാശ ഗോപുരങ്ങളാണ്. അവർ വലിയ പ്രകാശത്തിന്റെ ഉടമകളാണ്, ഉന്നതമായ ശ്രേഷ്ഠത ഉള്ളവരാണ്. ഓരോ നബിമാരും അതാത് കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതന്മാരാണ്. അവർക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല, ഒരു കുറവും ഉണ്ടാകാൻ പാടും ഇല്ല. നോക്കൂ, ജനങ്ങൾ വെറുക്കുന്ന രോഗം പോലും മഹാന്മാരായ അംബിയ മുർസലീങ്ങൾക്ക് പാടില്ല എന്ന് മഹത്തുക്കളായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒന്നുമില്ലാതെ അതാത് കാലഘട്ടത്തിലുള്ള ജനങ്ങളിൽ ഏറ്റവും എല്ലാ മേഖലകളിലും മികച്ചു നിൽക്കുന്നവരായിരുന്നു ഓരോ അമ്പിയാക്കന്മാരും. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തോടെ
മുൻകാല അമ്പിയാക്കളുടെ എല്ലാ ശരീഅത്തും ദുർബലപ്പെട്ടു പോയി, മൻസൂഖായി പോയി. ഇനി നിലനിൽക്കുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്താണ്, അവിടുന്ന് പഠിപ്പിക്കുന്ന നിയമ സംഹിതകളാണ്. ആ കാലഘട്ടത്തിലും ഇനി ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യർക്കും അവകാശപ്പെട്ടത്, അർഹതപ്പെട്ടത്, അനുയോജ്യമായത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കലും അംഗീകരിക്കലും ആ മഹിതമായ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കലും തന്നെയാണ്. അതല്ലാതെ തൗറാത്തിന്റെ ആളുകൾ തൗറാത്ത് അനുസരിച്ചും ഇഞ്ചിലിന്റെ ആളുകൾ ഇഞ്ചിൽ അനുസരിച്ചും ജീവിക്കട്ടെ എന്ന തത്വം ഒരിക്കലും ശരിയല്ല. അങ്ങനെ വാദിക്കുന്ന ചില ആളുകൾ അന്നും ഇന്നും ഉണ്ട്. അതിന് തെളിവായി ചിലപ്പോൾ ഖുർആനിലെ ചില ആയത്തുകൾ തന്നെ സൂചിപ്പിക്കാറുമുണ്ട്. പക്ഷേ നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ പറയുന്ന തൗറാത്ത്, നിങ്ങൾ പറയുന്ന എടുത്തു കാണിക്കുന്ന ഇഞ്ചീല്, അതിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ ഉണ്ടോ? മുഹമ്മദ് നബി എന്ന് പറയുന്ന അന്ത്യപ്രവാചകൻ വന്നാൽ ആ നബിയെ വിശ്വസിക്കണമെന്നും സഹായിക്കണമെന്നും പറയുന്ന ഭാഗങ്ങൾ ഇന്ന് നിങ്ങളെ കയ്യിലുള്ള തൗറാത്തിലുണ്ടോ എങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഒരിക്കലും അവർ കാണിക്കുന്ന തൗറാത്തിലോ ഇന്ന് കാണിക്കുന്ന ഇഞ്ചീലിലോ ഈ ഒരു പരാമർശം കാണാനേ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ തൗറാത്തോ ഇഞ്ചീലോ ഇന്ന് അവരുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് തൗറാത്ത് അനുസരിച്ച് തൗറാത്തിന്റെ ആളുകളും ഇഞ്ചീൽ അനുസരിച്ച് ഇഞ്ചീലിന്റെ ആളുകളും വിധിക്കട്ടെ, ഖുർആന്റെ ആളുകൾ ഖുർആൻ അനുസരിച്ചും ജീവിക്കട്ടെ എന്ന് പറയുന്ന ക്രൈസ്തവരുടെയും ജൂതന്മാരുടെയും ആ പൊള്ളയായ വാദം അത് നിരർത്ഥകമാണ്, നിലനിൽക്കുന്നതല്ല എന്നുകൂടെ ഈ സമയത്ത് ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ ശ്രേഷ്ഠതയുടെ സൂര്യനാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗമനം ചെയ്യലോടുകൂടെ, ഈ പ്രത്യക്ഷ ലോകത്തേക്ക് വരലോടുകൂടെ, അവിടുത്തെ നുബൂവത്തിന്റെ പ്രഖ്യാപനത്തോടുകൂടെ മുൻകാല അമ്പിയാക്കന്മാരുടെ എല്ലാ നിയമങ്ങളും മൻസൂഖായി പോയി. അപ്പോൾ ചില നിയമങ്ങൾ ഈ ദീനിൽ അവരുടെ നിയമത്തിനോട് യോജിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ നിയമങ്ങളായി വന്നിട്ടുണ്ട്. അത് യാദൃശ്ചികമാണ്. അതേസമയം അത് പഴയ നിയമമല്ല, മറിച്ച് പുതിയ നിയമം തന്നെയാണ്. ആ പുതിയ നിയമത്തിന് പഴയ നിയമത്തിന്റെ ആ യോജിപ്പുണ്ട് എന്ന് മാത്രം. അത് ഏതാനും ചില വിഷയങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം. അത് മുൻകാല നബിമാരുടെ നിയമങ്ങളല്ല, മറിച്ച് ആദർശത്തിൽ എല്ലാ അമ്പിയാക്കളും ഒരേ അവസ്ഥയിൽ തന്നെ ആയിരുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച തൗഹീദ്, അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങളിൽ അത് തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത്, അത് തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത്, ആദം നബി അലൈഹിസ്സലാം വരെ വരുന്ന മുഴുവൻ അമ്പിയാക്കളും പഠിപ്പിച്ചത് ഒരേ ഒരു തൗഹീദാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻഗാമികളായ മുഴുവൻ അമ്പിയാക്കളും പഠിപ്പിച്ച ഒരേ ഒരു തൗഹീദ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതേസമയം കർമ്മപരമായ വിഷയങ്ങളിൽ കാലഘട്ടത്തിനോട് യോജിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയമങ്ങള്, കർമ്മപരമായ നിയമങ്ങള്, വിശ്വാസപരമായ നിയമങ്ങള് എല്ലാം സമ്പൂർണമാണ്. മുൻകാലഘട്ടത്തിൽ ഉള്ളതുപോലെയല്ല. അത് പല നിയമങ്ങളും താൽക്കാലികമായി അവരുടെ ആ കാലഘട്ടത്തിനോടും സാഹചര്യത്തിനോടും യോജിച്ച ചെറിയ ചെറിയ ശാഖാപരമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാര്യം അങ്ങനെയല്ല. ഏതു കാലഘട്ടത്തിനോടും അനുയോജ്യമാകുന്ന വിധത്തിലുള്ള വലിയ ഒരു നിയമ സംഹിതയാണ് വിശുദ്ധമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ, സൂര്യൻ ഇല്ലാതെയാകുമ്പോൾ മാത്രമേ ചന്ദ്രനടങ്ങുന്ന മറ്റു നക്ഷത്രങ്ങൾക്ക് പ്രഭയുള്ളൂ എങ്കിൽ, ഇതുപോലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരലോട് കൂടെ ആ മറ്റു അമ്പിയാക്കന്മാരുടെ നിയമങ്ങളെല്ലാം ദുർബലപ്പെട്ട് മൻസൂഖായി പോയിട്ടുണ്ട്, അത് അസ്തമിച്ചു പോയിട്ടുണ്ട്. അവരുടെ പ്രഭ മങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രഭയോ ശ്രേഷ്ഠതയോ ഇല്ലാത്തത് കൊണ്ടല്ല, സൂര്യൻ ജ്വലിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠതയുടെ സൂര്യനാണ്. ആ അമ്പിയാക്കളൊക്കെ നബി തങ്ങളുടെ നൂറിൽ നിന്ന് പ്രഭ സ്വീകരിച്ച, പ്രകാശം സംശീകരിച്ച കൗക്കബുകളാണ്, നക്ഷത്രങ്ങളാണ്, ഗാലക്സികളാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ വരിയിൽ ചേർത്ത് വെക്കുന്നത്. ഫഇന്നഹു ശംസു ഫളിൻഹും കവാകിബുഹാ യുൽഹിർന അൻവാറഹാ ലിന്നാസി ഫിൽ ദുലമി.
ബഹുമാനപ്പെട്ട ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നത് ഓരോ വരികളും ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രീതിയിലാണ്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി പഠിക്കാനും അനുഭവിക്കാനും നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.